അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആഴ്ചകളിലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പഠന ക്ലാസ്സുകളുടെ ഭാഗമായാണ് ഇന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഒരുമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ 2 ക്ലാസ്സുകളും നമുക്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട് ഒരു വലിയ ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെട്ട കാഴ്ച കണ്ടവരാണ് നമ്മൾ. വയനാട് ജില്ലയിലെ 2 പ്രദേശങ്ങൾ ഏകദേശം പരിപൂർണമായി തകർന്നുപോയ, നൂറുകണക്കിന് മനുഷ്യന്മാർ മരണപ്പെട്ട, 200-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താൻ സാധിക്കാത്ത, അതേപോലെ തന്നെ അനേകായിരം മനുഷ്യർ അവർ ക്യാമ്പുകളിൽ, വീടുകളെല്ലാം ഒഴിവാക്കി ക്യാമ്പുകളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിലെ 2 ക്ലാസ്സുകളും നമുക്ക് ഒഴിവാക്കേണ്ടി വന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ തഫ്സീറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 83-ാം അധ്യായം സൂറത്തുൽ മുത്തഫിഫീനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം. അതിലെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നതിലെ അവസാനത്തെ ക്ലാസ്സാണ്. വളരെ ചെറിയ ചില ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അത് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കും. നമുക്കറിയാം, ഖുർആനിലെ 83-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുത്തഫിഫീൻ. 36 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ അധ്യായം അവതീർണമായത് 2 അഭിപ്രായമുണ്ട്. മക്കയിലാണ്, മദീനയിലാണ് എന്ന അഭിപ്രായമുണ്ട്. ഈ അധ്യായത്തിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ചർച്ച, അതുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, തമ്മാടികളായ ആളുകൾ, അവരുടെ പരലോക ജീവിതത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുക, അവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾ എന്താണ്, അവരുടെ കർമ്മരേഖകളുടെ അവസ്ഥ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ആദ്യം വിശദീകരിക്കുന്നത്. അതിൻ്റെ ശേഷം അബ്റാറുകളായ ആളുകൾ, പുണ്യവാന്മാരായ ആളുകൾ, അവരുടെ അവസ്ഥകളെക്കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അവർ സ്വർഗീയമായ ലോകത്തായിരിക്കും, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതാണ് കഴിഞ്ഞ 28ഓളം ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മളതിലെ 29-ാമത്തെ ആയത്താണ് എടുക്കുന്നത്. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കേൾക്കാത്ത ആളുകൾ ഒന്ന് ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ
ഇതാണ് ഈ അധ്യായത്തിലെ 29-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ. നമുക്ക് പരിചയമുള്ള പദങ്ങൾ ഈ ആയത്തിലുണ്ട്. ഇന്നല്ലദീന, ഇന്ന തീർച്ചയായും, അല്ലദീന ഒരു കൂട്ടർ, ഇന്നല്ലദീന നിശ്ചയമായും യാതൊരു കൂട്ടർ, അജ്റമു, അജ്റമു എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തു എന്നാണ്. കുറ്റം ജുറുമ് ചെയ്യുക, കുറ്റം ചെയ്യുക. അജ്റമു മഹാകുറ്റം ചെയ്യുക, ദമ്പ് ചെയ്യുക. മനസ്സിലായില്ലേ? അജ്റമു കുറ്റം ചെയ്യുക. കാനു, കാന ആയിരുന്നു, കാനു അവരായിരുന്നു, മിനല്ലദീന ആമനു വിശ്വസിച്ചവരെ കുറിച്ച്, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നാണ് അർത്ഥം. ഇവിടെ മിനല്ലദീന ഒരു കൂട്ടരെ കുറിച്ച്, എങ്ങനെയുള്ള ആമനു വിശ്വസിച്ചവരെ കുറിച്ച്, യദ്ഹഖൂൻ, വഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നാണ് അർത്ഥം. വഹിക്ക ചിരിച്ചു, യദ്ഹഖൂൻ ചിരിക്കും. അപ്പം എന്താണ് ഇതിൻ്റെ ആയത്തിൻ്റെ അർത്ഥം? എന്താണ്? ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ. നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്താ അർത്ഥം? ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ. എന്താ ഇതിനർത്ഥം? എന്താണ്? നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ, നിശ്ചയമായും പാപം ചെയ്ത ആളുകൾ, ജുർമ് ചെയ്ത ആളുകൾ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്താ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ, വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ, വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ. വഇദാ മർറൂ എന്ന് പറഞ്ഞാൽ അവർ നടന്നാൽ, മർറ വഇദാ മർറൂ അവർ നടന്നാൽ, ബിഹിം അവരിൽ കൂടി, അരികത്തുകൂടെ, അവരിൽ കൂടെ അല്ലെങ്കിൽ അരികത്തുകൂടെ, യതഗാമസൂൻ. ഈ യതഗാമസൂൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗോഷ്ടി കാണിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. നമ്മൾ കണ്ണുകൊണ്ട് പരിഹസിക്കുക എന്നൊക്കെ പറഞ്ഞത് മറ്റുള്ളവരെ ഇകഴ്ത്തുക, അതിനാണ് യതഗാമസൂൻ എന്ന് പറയുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. അപ്പം നോക്കൂ നിങ്ങൾ, എന്താ അല്ലാഹു പറയുന്നത്? ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ. നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ, അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്തിരുന്നു. അഥവാ വിശ്വാസം സ്വീകരിച്ച ആളുകളെ ആര് പരിഹസിച്ചു? കുറ്റം ചെയ്ത അവിവേകികളായ അവിശ്വാസികളായ ആളുകൾ വിശ്വാസികളെ എന്ത് ചെയ്തു? അവർ പരിഹസിക്കുമായിരുന്നു, അവർ ചിരിക്കുമായിരുന്നു. ആ വിശ്വാസികളുടെ സമീപത്തു കൂടെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ പരസ്പരം കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുമായിരുന്നു. എന്നിട്ട് വൈദൻ ഖലബൂ ഇലാ അഹ്ലിഹി മുൻഖലബു ഫകിഹിൻ, വൈദൻ ഖലബൂ ഇലാ അഹ്ലിഹി മുൻഖലബു ഫകിഹിൻ. എന്താണ് വൈദൻ ഖലബു? അവർ തിരിച്ചു ചെന്നാൽ, അവർ മടങ്ങി ചെന്നാൽ. ഇൻഖലബ ഇൻഖലബ എന്ന് പറഞ്ഞാൽ മടങ്ങുക. വഇദൻ ഖലബൂ അവർ മടങ്ങിച്ചെന്നാൽ, ഇലാ അഹ്ലിഹിം, അഹ്ലി കുടുംബം, ഇലാ അഹ്ലിഹിം അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ സ്വന്തക്കാരിലേക്ക്. ഇൻഖലബു അവർ തിരിച്ചു ചെല്ലും, ഫക്കിഹീൻ രസിക്കുന്നവരായിട്ട്. ഫക്കിഹ എന്ന് പറഞ്ഞാൽ രസിക്ക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്താ? തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ച് സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആയത്തായത്ത് എന്താ? ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ. ആ ജുർമ് ചെയ്ത ആളുകൾ, അക്രമം കാണിച്ച ആൾക്കാർ, പാപം ചെയ്ത, തെറ്റ് ചെയ്ത ആൾക്കാർ, അവരെന്ത് ചെയ്യും? വിശ്വസിച്ചവരെ കാണുമ്പോൾ എന്ത് ചെയ്യും? വിശ്വസിച്ചവരെ കാണുമ്പോൾ അവർ ചിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ, അവർ ആ വിശ്വാസികളായ ആളുകളുടെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോൾ പരസ്പരം കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുമായിരുന്നു, പരിഹാസ രൂപത്തോടെ ഇകഴ്ത്തുന്ന രീതിയിൽ ഗോഷ്ടി കാണിക്കുമായിരുന്നു. ആ ആളുകൾ തന്നെ, ഈ ജുർമ് ചെയ്ത ആളുകൾ, വഇദൻ ഖലബു ഇലാ അഹ്ലിഹി മുൻഖലബു ഫകിഹിൻ, അവരവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ രസിച്ചുകൊണ്ട് സംതൃപ്തരായിക്കൊണ്ട് ഈ വിശ്വാസികളായ ആളുകളെ ചിരിച്ച് പരിഹസിച്ച, അതേപോലെ തന്നെ ഗോഷ്ടി കാണിച്ച് അങ്ങനെ അവരെ വേദനിപ്പിച്ചതിൻ്റെ സന്തോഷവുമായിട്ടാണ് ഈ ആളുകൾ എന്ത് ചെയ്തിരുന്നത്? അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു ചെന്നിരുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് 31 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണെന്ന് വളരെ ചെറിയ രീതിയിൽ നമുക്ക് വിശദീകരിക്കാം. നോക്കൂ നിങ്ങൾ, ഇതിൽ ചില ഹുക്കുമുകൾ, ചില മസ്അലകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
ഒന്ന് നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞെന്താ? ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ. ഈ ജുർമ ചെയ്ത ആളുകൾ, ഉറപ്പായിട്ടും ഈ കുറ്റം ചെയ്ത ആളുകൾ, ഇത് അവിശ്വാസികളാണ്, മുശ്രിക്കുകളാണ്, മക്കയിലെ മുശ്രിക്കുകളായ ആളുകളാണ്. അവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അതൊരു പരിഹാസമാണ്. ആ ആളുകൾ എന്ത് ചെയ്യും? പരിഹസിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബിയുടെ സ്വഹാബത്തിനെയും വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ അവർ പരിഹസിക്കുമായിരുന്നു. എന്തൊക്കെ അവസരം കിട്ടോ നബിയെ ഇകഴ്ത്താൻ, സ്വഹാബികളെ ഇകഴ്ത്താൻ, അതിനവർ കഠിനമായി പരിശ്രമിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുക, നബിയെ പരിഹസിക്കുക, അതവരുടെ ശീലമായിരുന്നു. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി കടന്നു വന്നു, തൻ്റെ പ്രബോധന ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവരുടെ സമീപത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ഈ അബൂലഹബ് എന്ത് ചെയ്തു? അദ്ദേഹം ആളുകളിൽ നിന്ന് ഒട്ടകത്തൊക്കെ വാങ്ങിയിട്ട് പൈസ കൊടുക്കൂല, ആളുകളെ പറ്റിക്കും. അപ്പം ഈ ആളുകൾ ഒട്ടകം വാങ്ങി, ആരിൽ നിന്നാണ് ഒട്ടകം വാങ്ങി, അതിൽപ്പെട്ട ഒരാൾ മുശ്രിക്കുകളായ ആളുകളുടെ സമീപത്തേക്ക് വരും. അവർക്കറിയില്ല മുഹമ്മദ് നബിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരൊക്കെയാണെന്നൊന്നും അറിയില്ല. അവർ ആ ഒട്ടകത്തിൻ്റെ പൈസ കിട്ടാൻ വേണ്ടി ഈ മുശ്രിക്കുകളായ നേതാക്കന്മാരൊക്കെ ഉള്ള സദസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല. അബൂജഹലാണ്. അബൂജഹൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, അബൂജഹൽ എന്ത് ചെയ്തു? ഒട്ടകം വാങ്ങിയിട്ട് പൈസ തന്നിട്ടില്ല, അദ്ദേഹം പണം തന്നിട്ടില്ല. അപ്പം എന്ത് ചെയ്തു? ഈ മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞു, മുഹമ്മദിനോട് പോയിട്ട് പറഞ്ഞോ, എങ്കിൽ മുഹമ്മദ് നിനക്കത് വാങ്ങിത്തരും. അതൊരു പരിഹാസ രൂപേണുള്ള വാചകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുർബലനാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് ഇയാളിത് പരാതി പറയുമ്പോൾ നബി ഇതിലേക്ക് ഇടപെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുമ്പോൾ അബൂജഹൽ എന്ത് ചെയ്യും? നബിയെ ചീത്ത പറഞ്ഞ് ആട്ടി ഓടിക്കും, പ്രശ്നം ഉണ്ടാക്കും. ഇതൊക്കെ കണ്ട് രസിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. എന്നാൽ സംഭവിച്ചത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് അയാൾ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒട്ടകത്തെ വാങ്ങിയിട്ട് മൃഗത്തെ വാങ്ങിയിട്ട് പണം തന്നിട്ടില്ല. അപ്പം നബി അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലാണ്. അദ്ദേഹത്തിൻ്റെ വാതിലിന് മുട്ടി. വാതിൽ തുറന്നപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പോയി പണം എടുത്തു കൊടുത്തു, പണം തിരിച്ചു കൊടുത്തു എന്നാണ്. അതിനെക്കുറിച്ച് ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ വലിയ ഒരു ഒട്ടകം അതിങ്ങനെ എന്നെ പിടിക്കാൻ വേണ്ടി കഴുത്ത് നീട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ പേടിച്ചിട്ട് കൊടുത്തതാണെന്നാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് അവരെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചത്? അതൊരു പരിഹസിക്കാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ എന്ത് അവസരം കിട്ടിയാലും ഉപയോഗിക്കുന്ന ആ ജുർമ ചെയ്ത അവിശ്വാസികളായ ആളുകൾ അവരെന്ത് ചെയ്യും? അവരങ്ങനെ പരിഹസിക്കുമായിരുന്നു. അതേപോലെ തന്നെ വിശ്വാസികളുടെ സമീപത്തുകൂടെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ണുകൊണ്ട് അവർ ഗോഷ്ഠി കാണിക്കും. കുടുംബക്കാരുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവർ കുടുംബക്കാരോട്, ഞാൻ ഇന്ന് ഇന്നയാളെ പരിഹസിച്ചു, ഇന്നയാളെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്തു, അവരെ മോശമാക്കി ചിത്രീകരിച്ചു എന്നൊക്കെ സന്തോഷത്തോടുകൂടെ പറയുമായിരുന്നു അവിശ്വാസികളായ ആളുകൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമുക്ക് നൽകേണ്ട ഒരു പാഠം എന്താ അറിയോ? ഒന്ന്, നമ്മളാരും പരിഹസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളാരും പരിഹസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഹദീത്താണ്. മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീത്താണ്. എന്താ നബി പറയുന്നത്? നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞോളി, ഒരാളെക്കുറിച്ചും മോശമായത് പറയണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നോളി. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട ഒരാളെക്കുറിച്ചും മോശമായ രീതിയിൽ സംസാരിക്കുന്ന, ഇകഴ്ത്തി സംസാരിക്കുന്ന, അതേപോലെ തന്നെ പരിഹാസത്തോടുകൂടെ സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മുടെ നാവ് കൊണ്ട് പരിഹസിക്കുന്ന വാക്കുകൾ പറയുന്ന ആളുകളാണ് നമ്മളെങ്കിൽ നാളെ പരലോകത്ത് എന്താ സംഭവിക്കുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വലിയ അപകടങ്ങൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നൽ അബ്ദ ലയഅതി യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലിൽ ജിബാൽ ഫയജിദു ലിസാനഹു ഖദ് ഹദമഹ അലൈഹി കുല്ലഹാ. അൽ ജവാബുൽ കാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. എന്താ പറയുന്നത്? ഒരടിമ ഖിയാമത്ത് നാളിൽ പർവ്വത സമാനമായ നന്മകളുമായിട്ട് വരുന്നതാണ്. എന്നാൽ അവൻ്റെ നാവ് ആ നന്മകളെ മുഴുവനും പൊളിച്ചു കളഞ്ഞതായി അവൻ കണ്ടെത്തുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല. നമ്മളെല്ലാവരും അത് ഗൗരവമായി, ഇത് മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞതാണ് എങ്കിലും അത് നമുക്കും കൂടെ ബാധകമായ കാര്യമാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖല എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. ഒരാളെയും നമ്മൾ ഇകഴ്ത്താൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരെ പരിഹസിച്ചാൽ സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ വീട്ടിൽ നമ്മളെ വഷളാക്കുന്ന.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീത്താണ്. നമ്മൾ വേറെയുള്ള ആളുകളുടെ ന്യൂനതകൾ തെരഞ്ഞു പോയി അവരെ നമ്മൾ പരിഹസിക്കുകയാണ് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പോലും നമ്മൾ അപമാനിതനാക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച്, സ്വന്തം ഭാര്യൻ്റെ മുമ്പിൽ വിലയില്ലാത്ത ഭർത്താവ്, ഭർത്താവിൻ്റെ മുമ്പിൽ വിലയില്ലാത്ത ഭാര്യ, അതേപോലെ തന്നെ മക്കളുടെ മുമ്പിൽ വിലയില്ലാത്ത മാതാപിതാക്കൾ. എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ? എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല. കണ്ണുകൊണ്ട് ഗോഷ്ഠി, ഇതൊക്കെ മനുഷ്യന്മാരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വാസികളായ നമ്മൾ എന്ത് ചെയ്യണം? ആ മേഖലയിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ആദ്യത്തെ വാചകം എന്താ? ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ. അല്ലേ, ചിരിക്കുന്നതാണ് അവരിങ്ങനെ. ആ ചിരി എന്താ? പരിഹാസത്തിൻ്റെ ചിരിയാണ്. അത് പാടില്ല. ഒരാളെയും പരിഹസിച്ചാണ്ട് ചിരിക്കാൻ പാടില്ല. എന്നാൽ ചിരിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. ചിരിക്കൽ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും തബസ്സുമായിരുന്നു എന്നാണ്. എന്താ തബസ്സും എന്ന് പറഞ്ഞാൽ? നബി പുഞ്ചിരിക്കുമായിരുന്നു എന്നാണ്. പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പല്ലൊക്കെ കൂടെ പുറത്തിട്ടിട്ട് ഇങ്ങനെ ആർത്തട്ടഹസിച്ചുള്ള ചിരിയല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുമായിരുന്നു. പുഞ്ചിരിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അത് അട്ടഹസിച്ച് ചിരിക്കാൻ പാടില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച കുറേ സമയങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക ലോകത്ത് ചില ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട്. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ച സമയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ നിമിഷങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞ നിമിഷങ്ങൾ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഓരോ രംഗങ്ങളും കോർത്തിണക്കിയ ഗ്രന്ഥങ്ങൾ പോലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നബി ചിരിച്ച കുറേ രംഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ച കുറേ രംഗങ്ങൾ. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ യുദ്ധം കഴിഞ്ഞിട്ട് നബി മടങ്ങി വരികയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി നബി ഒരു വിരി മാറ്റി, വീട്ടിലൊരു വിരി ഇങ്ങനെ മാറ്റി. അപ്പം ആ സമയത്ത് എന്ത് ചെയ്തു? ആ വിരിയുടെ പിറകിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ കളിപ്പാട്ടങ്ങളെ കാണാണ്. ആയിഷ ഉമ്മയുടെ കുറേ കളിപ്പാട്ടങ്ങളെ കാണാണ്. അപ്പം ആയിഷ ഉമ്മയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, മാ ഹാദാ യാ ആയിഷ, ആയിഷ എന്താണിതൊക്കെ, ആയിഷ എന്താണിതൊക്കെ? അപ്പം ആയിഷമ്മ പറഞ്ഞു, കാലത്ത് ബനാത്തി, അതൊക്കെ എൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞു, അതൊക്കെ എൻ്റെ കുട്ടികളാണെന്ന് അവർ പറഞ്ഞു എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുതിരനെ കണ്ടു. ഒരു കുതിരനെ കണ്ടു. ആ കുതിരക്കൊരു പ്രത്യേകതയുണ്ട്. രണ്ട് ചിറകുള്ള ഒരു കുതിരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു, കളിപ്പാട്ടം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, വമാ ഹാദല്ലദീ അറാ വസതഹുന്ന, അതിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന ആ കുതിരനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞത് ഫറസാണ്, കുതിരയാണ്. അപ്പം നബി ചോദിച്ചു, എന്താണ് കുതിരക്ക് ചിറകുള്ള കുതിര, ചിറകുള്ള കുതിര എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയോട് ചോദിച്ചു എന്നാണ്. ഫറസുൻ ലഹു ജനാഹാൻ, രണ്ട് ചിറകുള്ള കുതിര ഉണ്ടാകുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പം ആ സമയത്ത് ആയിഷ ഉമ്മ പറഞ്ഞൊരു മറുപടി എന്താ? ഖാലത്ത് ഔ മാ സമിഅത അന്ന ലിസുലൈമാന ഖൈലൻ ലഹാ അജ്നിഹത്തുൻ, സുലൈമാൻ നബിക്ക് ചിറകുള്ള കുതിര ഉണ്ടായിരുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹദീസിൽ കാണാം, ഫളഹിഖ ഹത്താ റഅയ്തു നവാജിദഹു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പുഞ്ചിരിക്കും, നബിയുടെ അണപ്പല്ലുകൾ കാണുമാർ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു എന്ന് ആയിഷ ഉമ്മ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണും. ഇതൊരു വളരെ രസകരമായ ഒരു സംഭവമാണിത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംസാരമാണ്. എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ അത് ചിരി അനുവദനീയമാണ്. ചിരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്, തമാശ പറയൽ അനുവദനീയമാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ തമാശ പറയാറുണ്ട്, പക്ഷെ വല അഖൂലു ഇല്ലാ ഹഖൻ, സത്യം മാത്രമേ പറയുള്ളൂ, സത്യമായത് പറയുള്ളൂ. തമാശ പറയുമ്പോൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ കളവ് പറയാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. എത്രയോ മനുഷ്യന്മാരുണ്ട് സദസ്യരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആൾക്കാർ, സദസ്യരെ ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പം നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതൊക്കെ പലപ്പോഴും അത്തരത്തിലുള്ള അതിൻ്റെ ശ്രോതാക്കളായി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ, കളവ് പറയുക, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കളവ് പറയുന്ന ആൾക്കാരുണ്ട്. പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ. നമ്മളതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മർദാൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഞാൻ തമാശ പറയാറുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, സത്യമല്ലാത്തത് ഞാൻ പറയില്ല എന്നാ, സത്യമല്ലാത്തത് ഞാൻ പറയില്ല. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാൾ തന്റെ സദസ്യരെ ചിരിപ്പിക്കാനായി കളവായ ചില വാക്കുകൾ പറയുന്നുവെങ്കിൽ അവൻ ഭൂമിയിൽ നിന്നും വിദൂരത്തെ കാണ്ടുപോകുകയാണ് ചെയ്യുന്നത് എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും.
വേറെ ഹദീസിലുള്ളത് വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗമ വൈലുൽ ലഹു എന്നാണ്. എന്താ പറഞ്ഞത്? ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുകയും ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുകയും ചെയ്യുന്നവർ നാശം, അവനാകുന്നു നാശം. ഈ വൈൽ എന്ന് പറഞ്ഞാൽ എന്തറിയോ? നരകത്തിലൊരു താഴ്വരയാണ്. ഈ സൂറത്ത് തുടങ്ങി എങ്ങനെയാ? വൈലുൽ ലിൽ മുത്തഫിഫീൻ. വൈൽ നാശമുണ്ട് എന്നാ. ആ നാശം എന്താ? നരകത്തിലെ താഴ്വരയാണെന്നാണ്, നരകത്തിലെ കിണറാന്ന അഭിപ്രായമുണ്ട്. അപ്പം തമാശ പറയുക, തമാശ അനുവദനീയാണ്, പക്ഷേ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളവ് പറയാൻ പാടില്ല, പരിഹസിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? കളവ് പറയാൻ പാടില്ല. അപ്പം നമ്മൾ അടുക്കൽ എന്തുണ്ടാക്കാൻ പാടില്ല? പരിഹാസം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ പുരോഗമനവാദികളായ ആളുകളുണ്ട്. ഇതങ്ങനെ പറഞ്ഞാൽ ഈ പുരോഗമനവാദികൾ ഇപ്പം ഞെരിയാണിൻ്റെ മുകളിലൊക്കെ പാൻറ്റിട്ട് നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ട ഓൻ വലിയൊരു ഈമാനുള്ള ആളാണ്, അതൊരു പരിഹാസമാണെന്ന്. അതൊരു പരിഹാസമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു താടി വളർത്തിയ ഒരാളെ കാണുമ്പോൾ, നന്നായി മഫ്ത ധരിച്ച ഒരു സഹോദരിയെ കാണുമ്പോൾ, നന്നായി ഔറത്തൊക്കെ മറച്ച് നടക്കുന്ന ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു പരിഹാസം മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ ഈ ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ്. നമ്മൾ ആളുകളെ ഇകഴ്ത്തുന്ന ആൾക്കാരാണ്, നമ്മൾ ആളുകളെ പരിഹസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വഇദാ റഅൗഹും ഖാലു ഇന്ന ഹൗലാഇ ലദാല്ലൂൻ. അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്. അഥവാ ഈ വിശ്വാസികളായ ആളുകളെ, വിശ്വാസികളെക്കുറിച്ച് ഇരിക്കുന്ന, അവരുടെ മുന്നിൽ ഗോഷ്ഠി കാണിക്കുന്ന, അതേപോലെ തന്നെ അവരെ പരിഹസിച്ചതിന്, ഗോഷ്ഠി കാണിച്ചതിന് കുടുംബക്കാരോട് പോയിട്ട് മേനി പറയുന്ന, സന്തോഷിക്കുന്ന ആ ആളുകളുണ്ടല്ലോ, അവിശ്വാസികളായ ആളുകൾ, അവർ വിശ്വാസികളെ കുറിച്ച് പറയുന്ന വാചകം എന്താ? ഖാലു, അവർ പറയും, ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, ഇവർ വഴിപിഴച്ച ആൾക്കാരാണ്. അഥവാ മുസ്ലിങ്ങളായ ആളുകൾ പിഴച്ചുപോയ ആൾക്കാരാണ്, വിശ്വാസം സ്വീകരിച്ചവർ പിഴച്ചുപോയ ആൾക്കാരാണ്. അവർ നമ്മുടെ കാരണവന്മാരുടെ, നമ്മുടെ പൂർവികരായ ആളുകളുടെ പാത സ്വീകരിക്കാത്ത വഴിപിഴച്ചുപോയ ആളുകളാണ് എന്നവർ പറയും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ, വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ, അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാചകം എന്താ? ഈ ആളുകൾ പറയണേ ഇവർ വഴി വെച്ച ആൾക്കാരാണ്, ഇവർ വഴി തെറ്റിപ്പോയ ആൾക്കാരാണ്. അപ്പോൾ പടച്ചോന്റെ ചോദ്യം എന്താ? നിങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? വിശ്വാസികളായ ആളുകൾ ഈ വഴിതെറ്റിപ്പോയ ആൾക്കാരാണ്. പ്രവാചകന്മാർ കൊണ്ടുവന്ന മാർഗം സ്വീകരിക്കാത്ത, റബ്ബിനെ അംഗീകരിക്കാത്ത ആൾക്കാരാണ് വിശ്വാസികളെ കുറിച്ച് പറയുന്നത്. ഒരു വഴിതെറ്റിയ ആൾക്കാരാണെന്ന്, അവർ വഴിപിഴച്ച ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ വഴിതെറ്റിയ ളാല് ആരാണ്? ആ ആളുകളാണ്. അതവർക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? ആ ളാലിൽ കഴിയുന്ന വഴിപിഴച്ച ആൾക്കാരുണ്ടല്ലോ, വിശ്വാസികൾ വഴിതെറ്റിയവരാണെന്ന് പറയുന്ന ആൾക്കാർ, അവരെ ഏൽപ്പിച്ചുകണോ വിശ്വാസികളെ നോക്കാൻ? അവരുടെ മേൽനോട്ടക്കാരായി വമാ ഉർസിലു, അവർ നിയോഗിക്കപ്പെട്ടിട്ടുമില്ല. എന്തിനു വേണ്ടി? അലൈഹിം, അവരുടെ മേൽ, അഥവാ വിശ്വാസികളുടെ മേൽ മേൽനോട്ട ഹാഫിലിയൻ, സൂക്ഷിപ്പുകാരായിട്ട്, കാക്കുന്നവരായിട്ട്, ഓരെന്താ ചെയ്യണം നോക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യൽഹഖൂൻ, ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യൽഹഖൂൻ, ഫൽയൗമ എന്നാൽ അന്ന്, അല്ലദീന ആമനു വിശ്വസിച്ച ആളുകൾ, മിനൽ കുഫാരി അവിശ്വാസികളെ പറ്റി യൽഹഖൂൻ ചിരിക്കുന്നവരായിരിക്കും, ചിരിക്കുന്നതാണ്. എന്ന്? നാളെ ഖിയാമത്ത് നാളിൽ, പരലോകത്ത് അള്ളാഹുവിൻ്റെ അദാബും അതേപോലെ തന്നെ സവാബും ഒക്കെ ലഭിക്കുന്ന വേദിയിൽ. ഇന്ന് ലോകത്ത് വെച്ച് മുസ്ലിങ്ങളായ ആളുകളെ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ, അത് നബിയുടെ കാലഘട്ടത്തിലായാലും പിൽക്കാലഘട്ടത്തിലായാലും പരിഹസിച്ച, ചിരിച്ച ആൾക്കാരുണ്ടല്ലോ, അവരെ നോക്കി വിശ്വാസികൾ ചിരിക്കുന്നൊരവസ്ഥ വരും. അവരെ നോക്കി വിശ്വാസികൾ ചിരിക്കും. ആ ചിരി എങ്ങനെയാണ്? ഇപ്പം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ? തത്തുല്യമായ ശിക്ഷയായിരിക്കും, അല്ലേ? തത്തുല്യമായ ശിക്ഷയായിരിക്കും. അപ്പോൾ ഇവിടെ വിശ്വാസികളെ പരിഹസിച്ച് ചിരിച്ച ആൾക്കാർ, അവരെ നോക്കി വിശ്വാസികൾ എന്ത് ചെയ്യും? അവർ ചിരിക്കും. എങ്ങനെയെന്നറിയോ? അലല്ലാറോഇകി യൻളുറൂൻ, അവർ സോഫകളിൽ അലങ്കൃതമായി അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന, നാളെ പരലോകത്ത് സോഫയിലൊക്കെ ഇരുന്നിട്ട്, സ്വർഗത്തിൽ ഇങ്ങനെ സോഫയിലിരുന്ന് ആ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ എങ്ങനെ നോക്കിയിട്ട് ചിരിക്കാൻ പറ്റും? അവരത് കാണും, അവർക്കത് മനസ്സിലാകും. ദുനിയാവിൽ പരിഹസിച്ചതിൻ്റെ വേദന അപ്പം അവർക്ക് മനസ്സിലാകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഹൽ സുവ്വിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ, അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പ്രതിഫലം നൽകപ്പെട്ടു. ഇതൊരു ചോദ്യമാണെങ്കിലും ഇത് ഉറപ്പിക്കണം, അവർക്കത് കിട്ടും. ഹൽ സുവ്വിബ, പ്രതിഫലം നൽകപ്പെട്ടു. സവാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം, ഹൽ ആണോ എന്നൊക്കെയാണ്. ഹൽ സുവ്വിബ, പ്രതിഫലം നൽകപ്പെട്ടു. വൽ കുഫാറു, അവിശ്വാസികൾക്ക് മാ കാനൂ, അവരായിരുന്നതിന് യഫ്അലൂൻ,
അവർ പ്രവർത്തിച്ചതിന്, അവർ ചെയ്തതിന്, അഥവാ അവരിപ്പോൾ ചെയ്ത കുറേ പണികൾ, ഈ ഗോഷ്ഠി കാണിക്കുക, ചിരിക്കുക, അതേപോലെ തന്നെ കുടുംബക്കാരുടെ പോയിട്ട് മേനി പറയുക, അങ്ങനെയുള്ള അവരുടെ ആ തോന്നിവാസങ്ങളുണ്ടല്ലോ, ആ തോന്നിവാസങ്ങൾക്ക് അവർക്ക് ശിക്ഷ ഉറപ്പാണ് പരലോകത്ത്. ആ ശിക്ഷ ലഭിക്കുന്ന ആ രംഗമുണ്ടല്ലോ, അതിങ്ങനെ വിശ്വാസികളായ ആളുകൾ ഇങ്ങനെ നോക്കിയിട്ടിരിക്കും, അവർ നോക്കിച്ചിരിക്കും പരലോകത്ത് വെച്ചിട്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ അധ്യായത്തിൽ 36 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശാണ്, അത് പറഞ്ഞിട്ട് തുടങ്ങി. എന്തെല്ലാം കാര്യങ്ങൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തു അല്ലേ. ഇല്ലീൻ എന്താണെന്ന് മനസ്സിലായി, അതേപോലെ സിജ്ജീൻ എന്താണെന്ന് മനസ്സിലായി. അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ കാണാതെ മറയിടുന്നതാണ്. അള്ളാഹു അവൻ്റെ മുഖം ദർശിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, നമ്മൾ ഈ അധ്യായം ആവർത്തിച്ച് പഠിക്കുക. ഇതേപോലെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. നമ്മുടെ ചുറ്റുപാട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താ അറിയോ? വളരെ ചെറിയൊരു ജീവിതം നമുക്കൊക്കെ ഉള്ളത്, വളരെ ചെറിയ ജീവിതമാണ്. ഏത് സമയമാണ് നമ്മുടെ ജീവിതം അവസാനിക്കാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്, അവർക്കുള്ള ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചെറിയ ജീവിത തെറ്റുകൾ ചെയ്യാതെ പരമാവധി നന്മകൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. മനുഷ്യന്മാരാണ്, അബദ്ധങ്ങളൊക്കെ സംഭവിക്കും, തെറ്റുകളൊക്കെ സംഭവിക്കും. അങ്ങനെ ഒരു തെറ്റാണ് എന്ന് ബോധ്യമായാൽ ഉടനെ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക? തൗബ ചെയ്ത് മടങ്ങുക. അതല്ലാതെ ഈ അധ്യായത്തിൽ പഠിപ്പിച്ചതുപോലെ തന്നെ ഹൃദയത്തിന് കറ വീഴുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, ഹൃദയത്തിന് കറ വീണിട്ട് എന്താണ് നന്മകളെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ആൾക്കാർ, അവരുടെ കൂട്ടത്തിൽ ആകാതിരിക്കാൻ എന്ത് ചെയ്യണം? തൗബ ചെയ്യുന്ന ആൾക്കാർ, ഇസ്തിഗ്ഫാർ നടത്തുന്ന ആൾക്കാരാവണം. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമുക്ക് പരലോകത്ത് വിജയിക്കാൻ പറ്റുക. അതുകൊണ്ട് കൂടുതൽ ദീന് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ സമയം കണ്ടെത്തുക. നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, എല്ലാ കാര്യം നടക്കുന്നത്. ദീന് പഠിക്കാൻ കൂടെ നമ്മളൊരല്പസമയം മാറ്റിവെക്കാൻ എല്ലാവരും തയ്യാറാകണം. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് തയ്യാറായവരാണ് അല്ലേ. വർഷങ്ങളായി നമ്മൾ ഈ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട്, നമ്മൾ കോവിഡിൻ്റെ ആ പശ്ചാത്തലത്തിൽ തുടങ്ങിയ ക്ലാസ്സാണ്. എത്ര കാലമായി, എന്തെല്ലാം ക്ലാസ്സുകൾ നമ്മളെടുത്തു, എന്തെല്ലാം ദീന് എന്തെല്ലാം വിഷയങ്ങളിലുള്ള സംസാരങ്ങൾ നടത്താൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. എത്രയെത്ര പരീക്ഷകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരികൾ എഴുതി. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നിലനിർത്തണം. ഒന്നുകൂടെ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ ചുറ്റുപാട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ചുറ്റുപാടിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും ഖുർആനും ഹദീസുമൊക്കെ പഠിക്കാനും നമ്മൾ തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് തഫ്സീറിൻ്റെ ക്ലാസ്സിൽ തൊട്ടടുത്ത ഒരധ്യായം നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും പഠിച്ചു തുടങ്ങാം. അതേപോലെ തന്നെ നാളെ അസ്മാഉൽ ഹുസ്ന എന്ന വിഷയത്തിലുള്ള 12ാമത്തെ ക്ലാസ് ഉണ്ടായിരിക്കും. 12ാമത്തെ ക്ലാസ് നാളെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അല്ലാഹു അഫൂവാണ്, അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹു മാപ്പ് കഴിഞ്ഞ അള്ളാഹു ഗഫാറാണ്, ഗാഫിറാണ് എന്നത് നമ്മൾ വിശദീകരിച്ചു. ഇനി അള്ളാഹു ഗഫൂവാണ് എന്ന് പറയുന്നവൻ്റെ ഉത്കൃഷ്ടമായ നാമത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ടായിരിക്കുക. എല്ലാവരും ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുക, അവരെ കൂടെ നമ്മുടെ ഈ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുപ്പിക്കാൻ, ഈ ദീനിൻ്റെ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ വന്നിരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിൻ്റെയൊക്കെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. വയനാട് ജില്ലയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ, സഹോദരികൾ, കുട്ടികൾ, അതേപോലെ തന്നെ വിധവകളായവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, മക്കളെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, എല്ലാ തരത്തിലും വേദനിക്കുന്ന നമ്മുടെ ആ സഹോദരങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കൊക്കെ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതല്ലാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. വീട് നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, അതേപോലെ തന്നെ സമ്പത്തെല്ലാം പോയ ആൾക്കാരുണ്ട്. അല്ലാഹു അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകി അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിലേക്ക് അടുക്കാനും അല്ലാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കാനും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീക്കും ആ സഹോദരങ്ങൾക്ക്, സഹോദരികൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻകും വൽ അംവാത്ത് اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.